സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ സർവീസിലിരിക്കുക ഇതുപോലെ ഒരു ജഡ്ജി പ്രവർത്തിച്ചിട്ടുണ്ടാവുമോ സംസാരിച്ചിട്ടുണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഒരു ജഡ്ജിമാരും ഇതുപോലെ പച്ചയ്ക്ക് പറയുന്നത് ഇത് ഹിന്ദു മുസ്ലിം വർഗീയത സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിധത്തിൽ ഒരു ചർച്ച നടത്തുന്നത് അല്ലെങ്കിൽ ഒരു സംസാരം, അത് VHPയുടെ ജാഥയിൽ പോയിട്ടാണ് കോടതിയുടെ മുൻപിൽ നടത്തിയിട്ട് പരിപാടിയിൽ പോയിട്ടാണ് ഇത് നടത്തുന്നത്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ എല്ലാ ജഡ്ജ്മെൻറ്റുകളിലും ഇത് വിധിയുണ്ടെന്ന് പറയാം. പശുവിനെ കുറിച്ച് പറയുക, ശ്വസിച്ച് വിടുന്നത് ഓക്സിജനാണെന്ന് പറയുക, എന്താണ് പിന്നെ പാലും മൂത്രവും സംവിധാനവും, പിന്നെ എന്താണ് ഒരു പശുവിനെ കൊന്നാൽ ഭക്ഷണമാക്കാൻ പറ്റുന്ന 80 പേർക്കാണെന്ന് പറയുക, പിന്നെ ഇതുപോലെയുള്ള പാലും തൈരും മോരൊക്കെ 400 പേർക്കാണ് കഴിക്കാൻ പറ്റുക എന്ന് പറയുക. അങ്ങനെ വിവിധ തരത്തിലുള്ള ഓർഡറുകളും വിവിധ തരത്തിലുള്ള ഇങ്ങനെയുള്ള വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്ന വിധിയിൽ പോലുമാണ് അദ്ദേഹം പ്രാവീണ്യം നേടിയിട്ടുള്ളതെന്ന് പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. അദ്ദേഹം 2026 പിന്നെ വിരമിക്കാൻ പോവുകയാണ്. അപ്പോൾ 1 വർഷമേ ഉള്ളൂ. അപ്പോൾ പ്രീതിപ്പെടുത്തേണ്ടവരെ എല്ലാവരെയും പ്രീതിപ്പെടുത്താം എന്നുള്ള നിലയ്ക്കാവുന്നു തോന്നുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത നാളുകളായ പരാമർശങ്ങളെല്ലാം വരുന്നത്. അദ്ദേഹം തുടങ്ങിയ കാലം തുടങ്ങി ഇങ്ങനെ തന്നെയാണ്, ഒരു വ്യത്യാസവും വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഇന്ത്യയുടെ കൊളീജിയം ഇവരെ ഇമ്പീച്ച് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പം, ഒരു ജഡ്ജിനെ ഇമ്പീച്ച് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായുള്ള കാര്യമല്ല. 2 സഭകളും ഭൂരിപക്ഷത്തോടുകൂടി പാസ്സാക്കണം. അത് കഴിഞ്ഞിട്ട് സുപ്രീം കോടതി ജഡ്ജിയുടെ കാര്യത്തിലൊരു കമ്മിറ്റീനെ വെക്കണം. ആ കമ്മിറ്റി ശുപാർശ ചെയ്യണം. ആ ശുപാർശ ചെയ്തതിന് ശേഷം രാഷ്ട്രപതിക്ക് മാത്രമേ ഇദ്ദേഹത്തെ പുറത്താക്കാൻ പറ്റൂ. അപ്പോൾ ഒരു വലിയ പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയറൊന്നും നടത്താൻ പറ്റില്ല എന്നുള്ള ബോധ്യം ഇവർക്ക് നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ള ശരി. അപ്പം BJPയെ സംബന്ധിച്ചിടത്തോളം UP മുഖ്യമന്ത്രിയൊക്കെ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് ഇറങ്ങുന്ന സ്ഥിതിക്ക് ഇതുപോലെയുള്ള വാക്കുകൾ അദ്ദേഹത്തെ കൊണ്ട് പറയാൻ പറ്റും എന്നുള്ളതാണ്. കേരളത്തിലെ ഇന്ത്യയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജഡ്ജിയും ഇതുപോലെ പറയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹം പറയാമല്ലോ, ഇത് മാധ്യമങ്ങൾ വളച്ചൊടിച്ച കാര്യമാണെങ്കിൽ ആ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ് ഇദ്ദേഹം പറഞ്ഞപ്പോൾ കൊളീജിയം കൊളീജിയം ഓൾറെഡി അലഹബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ അടുത്ത് നിന്ന് ഈ ഡാറ്റകൾ മുഴുവൻ ഈ പ്രസംഗം അടക്കം കേട്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അവർ അന്നേരം തന്നെ പറയുന്നുണ്ട് ഇതിങ്ങനെയല്ല നിങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് നിങ്ങളായി പൊതുവായി ഇവരോട് മാപ്പ് പറയുന്നത് ശാസിച്ചത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കൊളീജിയം എടുത്ത നിലപാടുകളെ അദ്ദേഹം ശിരസ വഹിക്കുകയാണ് ഇന്ത്യൻ നീതിപീഠത്തോട് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്നുള്ളത്. ഭരണഘടനയോട് ചെയ്യേണ്ട കാര്യം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ. പിന്നെ മോഹൻ ഭഗവതിനെ കുറിച്ച് പറയുകയാണ്. മോഹൻ ഭഗവത് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ 2024 ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് അദ്ദേഹം ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. ഫസ്റ്റത്തെ സംവിധാനത്തിലുള്ള മണിപ്പൂരിൽ സമാധാനം തിരിച്ചു കൊണ്ടുവരണം. അന്നേരം ഇവർക്ക് ഭയങ്കരമായിട്ട് ബോധം വന്നായിരുന്നു. കാരണം ഇദ്ദേഹത്തിന് ഇലക്ഷൻ്റെ റിസൾട്ട് വന്ന സമയത്ത് ഭയങ്കരമായിട്ട് ബോധം വന്നു. മണിപ്പൂരിലെ സമാധാനം തിരിച്ചു കൊണ്ടുവരണം. അതുപോലെ തന്നെ പ്രതിപക്ഷത്തെ നിങ്ങൾ ശത്രുപക്ഷത്ത് കാണരുത്, പ്രതിപക്ഷമായി കാണണം. അങ്ങനെയുള്ള നല്ല നല്ല വാക്കുകൾ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ അന്നേരം വിചാരിച്ചത് സത്യത്തിൽ ഇവരൊക്കെ മാറിയോ, ഇനി ഈ പറയുന്ന ശൈലിയിലേക്ക് മാറിയോ എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നത്, ഇപ്പോൾ പിന്നെ ഇതിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. രാമക്ഷേത്രം ഞാൻ പറയുന്നത് അവരുടെ വിശ്വാസമില്ലായ്മയും ഇന്ത്യയിലെ ജനങ്ങളുടെ പേരിൽ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അവർ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കോട്ടെ, RSSമായി പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകൾക്കും സ്വതന്ത്ര സംഘടന ഇന്ത്യയിൽ പ്രവർത്തിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇന്ത്യയിലുണ്ട്. അതിനുള്ള ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ നിയമങ്ങളും ഇന്ത്യയിലുണ്ട്. അതനുസരിച്ച് സംസാരിക്കുന്നതിന് തെറ്റില്ല. പക്ഷേ ഇന്ത്യയെ വിഭജിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇന്ത്യയെ ഒരു വിഭാഗത്തെ മോശമാക്കുന്ന രീതിയിൽ ഇവർ മാത്രമാണ് ഇന്ത്യയുടെ ഭാഗം എന്ന് പറയുന്ന രീതിയിലേക്ക് മാറരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ഇപ്പോൾ നടന്നു വരുന്ന കാലം എന്ന് പറയുന്നത് കഴിഞ്ഞ 1 വർഷം ഇല്ലാത്ത ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവാത്ത ഒരു സംവിധാനത്തിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ് ഇന്ത്യ എന്നുള്ളതാണ്. അപ്പം ഇനിയുള്ള ഒരു കാലത്ത് ഇതുപോലെയുള്ള നടപടികളെ ശക്തമായ താക്കീത് സുപ്രീം കോടതിയുടെ ഭാഗത്ത്, കാരണം ഇതിൻ്റെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി വരാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിനകത്ത് ആകെ നടപടി സ്വീകരിക്കുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടി ഇതുപോലെയുള്ള സംവിധാനങ്ങൾക്ക്, ഇന്ന് ഉണ്ണിബാലകൃഷ്ണൻ പറഞ്ഞ പോലെ, ഉണ്ണിസാർ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഇദ്ദേഹത്തിന് CBI കേസെടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ലെറ്റർ കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണോ ഇവരെയൊക്കെ ഒതുക്കേണ്ടത് ആ രീതിയിൽ ഒതുക്കാനുള്ള സംവിധാനം സുപ്രീം കോടതി എടുക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. അപ്പം ഇന്ത്യയുടെ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്കുമുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥകൾക്കുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യയിലെ ജനങ്ങൾക്കുമുണ്ട്. അത് രാഷ്ട്രീയ നേതാക്കന്മാരായാലും കൊള്ളാം, അത് ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്നവരായാലും കൊള്ളാം, ന്യായാധിപന്മാരായാലും കൊള്ളാം. അപ്പോൾ അതിനേക്കാൾ അപ്പുറം പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഒരു പരിധിവരെ രാഷ്ട്രീയമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, മതപരമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവരുടെ സ്വന്തം
പേര് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഹൈക്കോടതി ജഡ്ജിമാരും സുപ്രീം കോടതി ജഡ്ജിമാരും ഇറങ്ങിത്തിരിക്കുന്നുള്ള നമ്മുടെ നാട്ടിൽ വരെ കാണുന്നുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ വരെ യോഗം കൂടുക, പരിപാടികൾക്ക് പോവുക. അവർ സ്വതന്ത്രമായി നിലപാടെടുക്കേണ്ട ആൾക്കാരല്ലേ. അവരുടെ മുന്നിൽ വരുന്ന ഓരോ കേസുകൾക്കും അവർക്ക് സ്വതന്ത്രമായി നിലപാടെടുക്കാൻ കഴിയണ്ടേ. അവർക്കൊരു മുൻവിധി പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണല്ലോ അവർ സത്യപ്രതിജ്ഞ ചെയ്ത് പുറത്തു വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളിലേക്ക് ജഡ്ജിമാർ വിട്ടു നിൽക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ അത് കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ അതിന് പ്രവണതയുണ്ട്. പല ജഡ്ജിമാരും പല പിന്നെ സംഘടനാ പരിപാടികൾക്ക് പോകുന്നുണ്ട്, പല മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നു, പല രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് പോകുന്നു. അങ്ങനെയുള്ള പല സംവിധാനങ്ങളും നടക്കുന്നുണ്ട്. പല യോഗങ്ങളിൽ ഇവർ പോയി ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയാണ് വേണ്ടത്. അതിന് ശേഷം അതിന് മുൻപ് ഇവർക്ക് പോകാമല്ലോ. അത് ജഡ്ജി റിട്ടയർ ചെയ്തതിന് ശേഷം അവർ വലിയ കാലയളവ് പിന്നെ അങ്ങോട്ട് കിടക്കുന്നുണ്ട്, അവർക്കതിൽ പങ്കെടുക്കാമല്ലോ. എത്രയോ ജഡ്ജിമാർ അങ്ങനെ ചെയ്യുന്നു. പിന്നെ MP-മാരായ ജഡ്ജിമാരില്ലേ, എത്ര ജഡ്ജിമാർ രാജിവെച്ചിട്ട് മന്ത്രിയായ ജഡ്ജിമാരില്ലേ. അപ്പോൾ പലപ്പോഴും ഈ അവർക്ക് അനുകൂലമായ വിധികൾ പ്രസ്താവിച്ചതിന് ശേഷമാണ് ഈ തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്. 2026 റിട്ടയർഡ് ആവാൻ പോകുന്ന ഒരു ജഡ്ജാണ് ഇദ്ദേഹം. അപ്പം 1 വർഷം കഷ്ടിയേ ഉള്ളൂ. അപ്പോൾ 1 വർഷം കഷ്ടി കഴിഞ്ഞ് ഞാൻ എവിടെ ഇരിക്കണം, എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ബോധ്യം ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് അതുപോലെയുള്ള ശക്തമായ നിലപാടുകളായിരിക്കും ശരി. ഇതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണ്? ഇതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇന്ത്യയിലെ ഒരു വിഭാഗം ജനങ്ങളുടെ മനസ്സിലേക്ക് ഇതിങ്ങനെ തറക്കിയാണല്ലോ, ഡെയിലി ചർച്ചാ വിഷയമാണല്ലോ ഇത്. കാരണം സാധാരണ ജനങ്ങൾ പറഞ്ഞാൽ ഇത് ചർച്ചാ വിഷയമാവുമോ? ഒരിക്കലും ആവില്ലല്ലോ. പ്രധാനമന്ത്രി പറയുന്നത് പോലെയോ മുഖ്യമന്ത്രി പറയുന്നത് ഹൈക്കോടതി ജഡ്ജി പറയുന്നത് പോലെയോ ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞാൽ ചർച്ചാ വിഷയമാവില്ലല്ലോ. കേരളത്തിൽ ഇന്ത്യയിലെ മാധ്യമങ്ങൾ അത് ചർച്ചാ വിഷയമാക്കുമോ? ഒരിക്കലുമില്ല. അപ്പോൾ അങ്ങനെ ചർച്ചാ വിഷയമാക്കുന്ന രീതിയിലേക്ക് ഒരു ന്യായാധിപൻ ഇറങ്ങിത്തിരിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഇവർക്കൊക്കെതിരെ ശക്തമായ നടപടി സുപ്രീം കോടതി എടുക്കുക എന്നുള്ളതാണ് ഇതിനൊരു പ്രതിവിധിയായി കാണുന്നത്. രാഷ്ട്രീയക്കാരും ചെയ്യേണ്ടത് ഇന്ത്യയുടെ ഭരണഘടനയും അതുപോലെ തന്നെ ഉയർത്തിപ്പിടിക്കാനുള്ള നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. സുപ്രീം കോടതിയും അത് തന്നെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി, അപ്പോൾ എല്ലാം ഭൂരിപക്ഷ താല്പര്യത്തിലാണ് നടക്കുന്നത് പക്ഷേ അല്ലേ? തീർച്ചയായിട്ടും. Meet the editors.